ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലൻ പ്രിയ. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാ പാരിലൻ പ്രിയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഈ മനോഹരമായ പകലിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും വിലപ്പെട്ടതുമായ ഈ പകൽക്കാലം ദൈവത്തെ ആരാധിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരുണയാലും കൃപയാലും 2016 ആരംഭമാസത്തിൻ്റെ 4ാമത്തെ ഞായറാഴ്ചയിലും ദൈവസന്നിധിയിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന എല്ലാ നല്ല അവസരങ്ങളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മേക്കാൾ ശ്രേഷ്ഠന്മാർ, ഉന്നതന്മാർ അനേകര് തകർന്നുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ കർത്താവ് സാധുക്കളായ നമ്മെ ഇത്രത്തോളം പരിപാലിച്ചു. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാതെ ദൈവം നമ്മെ സൂക്ഷിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും സഭയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ മാസത്തിൻ്റെ ആരംഭ ദിനം മുതൽ 31 തീയതി വരെയുള്ള ദിവസങ്ങൾ എല്ലാ മാസവും സഭയുടെ അനുഗ്രഹത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ കുടുംബങ്ങൾ, ഈ 2 കുടുംബങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എപ്പോഴും അത് ഓർപ്പിക്കേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ചുള്ളതായ അറിയിപ്പുകൾ അടങ്ങിയ ആ കുറിപ്പ് നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്. ആരൊക്കെ എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് നന്നായി ബോധമുള്ളവരാണ് നാം ഓരോരുത്തരും എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ തന്നെ രാവിലെ കാലവും രാത്രികാലവും സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥണയ്ക്കുന്ന നമ്മുടെ ഒരു പറ്റം കുടുംബങ്ങളുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 2015 മാത്രം കൊണ്ട് അവസാനിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ട് അതിനെ കാണരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രാവിലെ ഹല്ലേലൂയ ഉള്ള സമയങ്ങളും വൈകിട്ടുള്ളതായ സമയങ്ങളും ഒരുമിച്ച് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുമിച്ച് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഒരു വലിയ അനുഗ്രഹമാണ് എന്നുള്ളത് മനസ്സിലാക്കുവാൻ ഇടയാക്കുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ഇടയിൽ ദൈവം ചെയ്യുന്ന വ്യതിയാനങ്ങളും ദൈവം നമ്മുടെ മധ്യേ ചെയ്യുന്ന ആത്മീക അനുഗ്രഹങ്ങളും ഒക്കെ അതിൻ്റെ തെളിവാണെന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. എപ്പോൾ പ്രാർത്ഥന പരാജയപ്പെടുന്നുവോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ പ്രതികൂലങ്ങൾ തലപൊക്കുവാൻ ഇടയാകും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൂടുതൽ പ്രാർത്ഥിച്ചാൽ കൂടുതൽ ശക്തി ലഭിക്കും. കുറച്ച് പ്രാർത്ഥിച്ചാൽ കുറച്ച് ശക്തി ലഭിക്കും. ഒട്ടും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒട്ടും ശക്തിയില്ല. അതാണ് ആത്മീയ ജീവിതത്തിലൊരു ദൈവ പൈതലിൻ്റെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയിലും ആരാധനയിൽ, ദൈവദിന ധ്യാനത്തിൽ, ദൈവത്തോടുള്ളതായ സന്നിധിയിലുള്ള ഉപവാസത്തിൽ കുറഞ്ഞു പോകാതെ കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികമായി വർദ്ധിച്ചു വരുവാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ഇന്ന് പകലും നമ്മുടെ മധ്യേ അല്ലെങ്കിൽ സഭയുടെ സന്താനങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മോട് ഒരുമിച്ചായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അവരുടെ കുടുംബങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടെ ഒരു ആരാധനയിൽ സംബന്ധിക്കുവാൻ ദൈവം നമുക്ക് നൽകി തന്ന ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പരസ്പരം ഓർക്കുവാൻ, പ്രാർത്ഥിപ്പാൻ ഒക്കെ ദൈവം അവസരങ്ങളെ നൽകി. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മോട് ഒരുമിച്ചായിരുന്ന നമ്മുടെ സഹോദരങ്ങൾ വിദേശത്തെ കടന്നുപോയി. അവരുടെ യാത്രകളിൽ ദൈവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ശാരീരിക രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ പല നിലകളിലും നമ്മുടെ പ്രിയപ്പെട്ടവരെ പ്രായഭേദമെന്നെ അലട്ടിയപ്പോൾ അതിൻ്റെ നടുവിലും ഓർത്ത് പ്രാർത്ഥിക്കുവാൻ സഭയായി ഇടയായി തീർന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാത്തിനും കാരണഭൂതനായ സർവശക്തനായ ദൈവത്തിന് സകല മഹത്വവും സകല മാനവും അർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽ വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി 35 സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യം, 1-ാമത്തെ വാക്യം ശബ്ദമുയർത്തി ഒരാൾക്ക് വായിക്കാം. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. വായിച്ച തിരുവചന ഭാഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഒരു പക്ഷേ നമുക്ക് സന്തോഷം തോന്നുന്നതായ ഒരു അനുഭവം അതിനകത്തുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഭാരം തോന്നുന്ന ഒരു അനുഭവമുണ്ട്. അല്ലെങ്കിൽ ഞാനിത് വായിച്ച് പ്രസംഗിക്കുമ്പോൾ ഒരു തെറ്റിദ്ധാരണകൾ ആരുടെയും മനസ്സിലുണ്ടാകരുത് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേക ദൈവമക്കളെ ഓർപ്പിക്കുന്നു. എന്താ പാസ് ഇങ്ങനെ വായിച്ചേ എന്നുള്ളത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആത്മീക ജീവിതത്തിനെതിരായി അല്ലെങ്കിൽ വരുന്നതായ ചില പ്രതികൂലങ്ങളെ, ചില പ്രയാസങ്ങളെ ഇന്ന് പകൽ വചനാടിസ്ഥാനത്തിൽ ചൂണ്ടിക്കാട്ടി വേഗത്തിൽ എൻ്റെ വാക്കുകളെ അല്ലെങ്കിൽ ഞാൻ ചുരുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ ദാസന്മാർ നമ്മുടെ നടുവിലുണ്ട്, തിരുമേശ നമ്മുടെ നടുവിലുണ്ട്. അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ വളരെ ചുരുക്കുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. വായിച്ച വാക്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട്
പൊരുതണമേ. അപ്പോൾ എന്നോട് വാദിക്കുന്നവരോട് കർത്താവെ നീ വാദിക്കണം, എന്നോട് പൊരുതുന്നവരോട് നീ പൊരുതണം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വാസ്തവമായി നാം ദൈവത്തെ സ്നേഹിച്ച് ദൈവകൃപയിൽ നിൽക്കുന്ന ഒരു ദൈവമൈതലാണെങ്കിൽ നിശ്ചയമായും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാ ദൈവം എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം ഈ തിരുവഴുത്തിലൂടെ ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. ഭക്തന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയുന്നത്. രണ്ട് നിലകളിലാ ദൈവം പ്രവർത്തിക്കുന്നത്. വാദിക്കുന്നവരോട് ദൈവം വാദിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വാദിക്കുന്ന എല്ലാവരോടും വാദിച്ച് നിൽക്കുവാനോ വാദിച്ച് ജയിക്കാനോ ഒരു പക്ഷേ കഴിഞ്ഞൊന്നും വരികയില്ല. ദൈവത്തിന് സ്തോത്രം. ലോകത്തിലുള്ളതായ മനുഷ്യരുടെ പൊതുവേ ഉള്ള ഒരു കാഴ്ചപ്പാട്, എന്ത് ചെയ്താലും എന്തു പറഞ്ഞാലും എന്തു പ്രവർത്തിച്ചാലും ഹല്ലേലൂയ ഇങ്ങനെ മൗനമായി പോകുന്നതായ ഒരുപറ്റം കൂട്ടമാണ് ദൈവജനം എന്നുള്ള ഒരു ധാരണ പണ്ട് മുതലേ നമ്മുടെ പിതാക്കന്മാരുടെ കാലയളവ് മുതലേ അല്ല പെന്തക്കോസ്തിൻ്റെ ആരംഭ കാലയളവ് മുതലേ അങ്ങനെയുള്ളൊരു അനുഭവമുണ്ട്. പ്രതികൂലങ്ങൾ വരുമ്പോൾ അവർ ചെയ്യുന്നത് കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. പോരാട്ടങ്ങൾ ആദിമസഭയ്ക്ക് നേരെ വന്നപ്പോൾ ജാതികൾ ഹല്ലേലൂയ എഴുന്നേറ്റപ്പോൾ, ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേറ്റപ്പോൾ, അധിപതികൾ തമ്മിൽ കൂടിയാലോചിച്ച് സഭയുടെ വളർച്ച മുരടിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ അവർക്കറിയാവുന്നതും ദൈവസന്നിധിയിൽ അവർ മനസ്സിലാക്കിയതുമായ ഒരു സത്യം, ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ ആരംഭ ചരിത്രം അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഏത് ഭാരങ്ങൾ വന്നാലും ഏത് പ്രതികൂലങ്ങൾ വന്നാലും പ്രാർത്ഥന മാത്രം ശരണമായി, പ്രാർത്ഥന മാത്രം ആയുധമായി സ്വീകരിച്ചിരിക്കുന്ന ഒരുപറ്റം ആളുകളാണ് പെന്തക്കോസ്തിൻ്റെ ആദിമ മാതാപിതാക്കൾ, അല്ലെങ്കിൽ ആരംഭ കാലയളവിലെ വിശ്വാസികൾ. ആ ആരംഭ കാലയളവ് മുതൽ ഈ 21-ാം നൂറ്റാണ്ട് വരെയും ഹല്ലേലൂയ ഈ 20-ാമത്തെ നൂറ്റാണ്ട് വരെയും ഈ കാലയളവ് വരെയും അതിന് മാറ്റമില്ലാതെ തുടർന്നു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവമക്കളെ, അല്ലെങ്കിൽ ഈ അടുത്ത കാലയളവിലായിട്ട് അതിന് മാറ്റങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? വന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പലയിടങ്ങളിലും അതിനനുസരിച്ചുള്ളതായ പ്രതികൂലങ്ങൾ ഹല്ലേലൂയ ആരംഭിച്ചു വരികയാണ്. പലയിടങ്ങളിലും അതിനുള്ള പ്രതികൂലങ്ങൾ വരുന്നു. ഒരു ഭാരമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ ദൈവസന്നിധിയിൽ ഒരു കാലത്ത് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിച്ച് ദൈവശക്തി എന്താണെന്ന് അറിഞ്ഞ ദൈവമക്കൾ പോലും അത് താത്തുവെച്ച് മറ്റൊന്നിനു വേണ്ടി ഹല്ലേലൂയ അവർ ഓടുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഒരു കാലത്ത് ദൈവത്തിൻ്റെ ശക്തി എന്താണെന്ന് അറിഞ്ഞവർ പോലും തോറ്റുപോയ ഒരു കാലയളവിലാണ് നമ്മളായിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ആ ഒരു ധാരണയ്ക്ക് ഒരു തിരുത്തൽ ആവശ്യമില്ല. ആ അനുഭവം, ആരംഭ നൂറ്റാണ്ടിലെ അനുഭവം ഇന്നും നിലനിർത്തുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു ഭാരമുണ്ടാകുമ്പോൾ, ഒരു പ്രയാസമുണ്ടാകുമ്പോൾ, അധികം പ്രയാസമുള്ളതുമായി ഓടിച്ചെല്ലാൻ ഒരു സ്ഥലമുണ്ട്. ഇന്നും ആ സ്ഥലത്തിന് ഒരടവ് സംഭവിച്ചിട്ടില്ല. ആ സ്ഥലം ഇന്ന് അടയ്ക്കപ്പെട്ടിട്ടില്ല. ഇന്നും അത് തുറക്കപ്പെട്ടു കിടക്കുകയാ. ഏത് സമയത്തും രാവോ പകലോ കൂടാതെ ഏത് യാമങ്ങളിലും ഓടിപ്പോയി മുഴങ്കാൽ മടക്കി ജീവിതത്തിന്റെ ആവശ്യങ്ങൾ തുറന്നു പറഞ്ഞ് വിടുതൽ പ്രാപിപ്പാനുള്ളതായ ഒരു സ്ഥലം അതെന്റെ ദൈവത്തിന്റെ സന്നിധിയാണ്. അത് ഇന്നും മനസ്സിലാക്കി ചെയ്യുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വ്യവസ്ഥ പ്രകാരം ദൈവത്തെ സേവിച്ച് നിലനിൽക്കുമ്പോൾ പ്രതികൂലങ്ങൾ ഉണ്ടാകും. വാദിക്കാൻ ആളുകൾ എഴുന്നേൽക്കും. ദൈവത്തിന് സ്തോത്രം. വാദിക്കാൻ എഴുന്നേൽക്കുന്നവരോട് തിരിച്ചു വാദിക്കുവാൻ പോകരുത്. അല്ലെ, ദൈവസന്നിധിയിൽ മൗനമായിരുന്നാൽ മതി. ദൈവം പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വചനത്തിലൂടെ ഞാനത് തെളിയിക്കാം. അല്ലെ, സംഖ്യാപുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. 16-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒരാൾ വേഗത്തിൽ വായിച്ചാട്ട്. സംഖ്യാപുസ്തകം 16-ാം അധ്യായം അതിന്റെ 3-ാമത് വാക്യം. ഒരു വാക്യം കൂടെ അതിന് മുകളിലോട്ടും ചേർത്ത് വായിച്ചേ. മോശയുടെ അടുക്കൽ കോരഹ, ദാദാൻ, അബീരാം, ഓൻ, അതുകൂടാതെ 250 സംഘപ്രമാണിമാരും പ്രധാനപ്പെട്ട ആളുകളെല്ലാം കൂടി മോശയോട് മത്സരിച്ചിട്ട് മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞ ഭാഗമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇനിയും ഒന്നുകൂടെ വായിച്ചു ചെയ്യാം. 3-ാമത്തെ വാക്യം. മതി മതി, സഭയൊട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു, യഹോവ അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ ആ യഹോവയുടെ സഭയ്ക്കു മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത്. നോക്കണമേ, മോശയോടെ ആളുകൾ വന്ന് വാദിക്കുക. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും വിശുദ്ധരാണ്, ഞങ്ങളെപ്പോലെയുള്ള അനുഭവങ്ങളെ നിങ്ങൾക്കുള്ളൂ. പിന്നെ നിങ്ങളൊരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടൊന്നും എന്ത് ചെയ്യണ്ട, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഷൈൻ ചെയ്യണ്ട. ഹല്ലേലൂയ. വലിയ മാറ്റമൊന്നും നിങ്ങളിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല,
കാണുന്നില്ല. വലിയ കൃപയൊന്നും നിങ്ങളിൽ ഉണ്ടെന്നും നിങ്ങൾ അവകാശപ്പെട്ടാലും ഞങ്ങൾ സമ്മതിച്ചു തരാൻ ഞങ്ങൾ എന്തല്ല, ഹല്ലേലൂയ, ഞങ്ങൾക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. മോശയും അഹരോനും എതിരായിട്ട് ഇങ്ങനെയുള്ള വാക്കുകൾ അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് വലിയ ഭാരം തോന്നി, അവർക്ക് വലിയ വേദന തോന്നി. ദൈവത്തിന് സ്തോത്രം. നടത്തിക്കൊണ്ട് വന്നതായ ദൈവജനം, ഹല്ലേലൂയ, അത്ഭുതകരമായി ദൈവം വിടുവിച്ച, ഹല്ലേലൂയ, ചെങ്കടലിലൂടെ ദൈവം വിടുവിച്ചു കൊണ്ടുവന്നതായ ജനം, ദൈവത്തിൻ്റെ പ്രവൃത്തി കണ്ടതായ ജനം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭം കൊണ്ട്, രാത്രി അഗ്നിസ്തംഭം കൊണ്ടൊക്കെ നടത്തുവാൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെതായ പ്രവൃത്തി എന്താണെന്ന് ജീവിതത്തിൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ ജനം. ഹല്ലേലൂയ. ഇവിടെ മോശയ്ക്കെതിരായി, അഹരോനെതിരായി അവരെ സംസാരിപ്പാനിടയായി. അവരെ തന്നെ ഹല്ലേലൂയ ഉയർത്തിക്കൊണ്ട് അവർ മോശയ്ക്കും അഹരോനുമെതിരായി സംസാരിക്കുകയാണ്, വാദിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവരുടെ വാദമുഖം ഇതാണ്: ഞങ്ങൾ എല്ലാവരും വിശുദ്ധരാണ്, പിന്നെ നിങ്ങൾ ഞങ്ങളിൽ ഒരാളെ പോലെ ആയിരിക്കേണ്ടുന്നവർ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാരായി നിങ്ങൾ നിങ്ങളെ തന്നെ ആക്കുന്നതിൻ്റെ കാര്യം എന്താ ഈ പ്രിയപ്പെട്ടവർ ചെയ്തത്? അടുത്ത വാക്യം ഒന്ന് വായിച്ചേ, 4-ാം വാക്യം. ഇത് കേട്ടപ്പോൾ മോശ കയർത്തു നിന്നല്ല വായിച്ചത്, മോശ കവിണ് വീണു. ഹല്ലേലൂയ. ദൈവപൈതലേ, നിന്റെ ആത്മീക ജീവിതത്തെ ചോദ്യം ചെയ്യുമ്പോൾ, നിന്റെ ക്രിസ്തീയ ജീവിതത്തെ ചോദ്യം ചെയ്യുമ്പോൾ, നിന്റെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുമ്പോൾ, നിന്റേതായ ക്രിസ്തീയ ജീവിതത്തിൻ്റെതായ മൂല്യങ്ങളെ പലതും എടുത്തു പറഞ്ഞ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് അപമാനിക്കുവാൻ ആളുകൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ പ്രതികരണം ഏത് നിലയിലാണ് നമ്മൾ പ്രതികരിക്കുന്നത്? നമ്മൾ കയർത്തു നിൽക്കുവാനുള്ളതായ ആ തീഷ്ണതയാണോ ജ്വലിപ്പിക്കുന്നത്? അവരോട് കോപിക്കാനുള്ള അനുഭവമാണോ? ഒരു പക്ഷേ മറ്റുള്ള ഇതര മനുഷ്യർ ചെയ്യുന്നത് പോലെ അവരെ പേടിപ്പിക്കാനുള്ള ഒരു അനുഭവമാണോ? ഹല്ലേലൂയ. മാവേലിക്കരയ്ക്കടുത്ത് കർത്താവിനെ സേവിക്കുന്നതായ ഒരു ദൈവ മനുഷ്യൻ, അദ്ദേഹം ഒരു സ്വതന്ത്ര സഭയിൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്രയാസമുണ്ടായി, ഒരു പ്രതികൂലമുണ്ടായി. ആരാധന മധ്യേ ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇഷ്ടപ്പെടാതെ ചില സഹോദരങ്ങൾ, ചില പ്രിയപ്പെട്ടവർ ശബ്ദിച്ചു. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ മൗനമായിരിക്കണമെന്ന് പറഞ്ഞു. ഇദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചൊടിപ്പിക്കുന്ന വാക്കുകളായതുകൊണ്ട് ആരാധനയുടെ മധ്യത്തിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംസാരം വന്നു. ഈ ദൈവദാസൻ നടുത്തളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ഇരുന്ന സഹോദരങ്ങൾ മുമ്പിലേക്ക് കടന്നു വന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി. അപ്പോൾ കടന്നു വന്ന ഒരു സഹോദരൻ പറഞ്ഞു, ഇനി ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞാൽ എടോ താൻ അടി വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അടി വാങ്ങിക്കുമെന്ന് പറയാനല്ലേ നിനക്കറിയത്തുള്ളൂ, ഒരെണ്ണം തരാനും എനിക്കറിയാമെന്ന് പറഞ്ഞ് വെള്ള ഷർട്ടിൻ്റെ ബട്ടൺസ് അങ്ങോട്ട് ഊരി മാറ്റി, പുറകോട്ടൊന്ന് മാറ്റിയിട്ട് അദ്ദേഹത്തെ നല്ല ഒരെണ്ണം വെച്ച് കൊടുത്തു. ആ സഭയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. ഒരുപാട് പുസ്തകങ്ങളൊക്കെ അദ്ദേഹം എഴുതി. ആ പുസ്തകത്തിൻ്റെ മൂല്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഹല്ലേലൂയ. ഇങ്ങനെയുള്ളതും ഹല്ലേലൂയ ഈ ആത്മീയ ഗോളത്തിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉയർന്നു വരുമ്പോൾ നാം ഉൾപ്പെട്ട് നിൽക്കുന്ന ഈ പ്രസ്ഥാനത്തിലും കസേരകളിൽ ആ നിലയിൽ മുന്നോട്ട് പോയ ചരിത്രമുള്ള സഭകളുണ്ട്. എനിക്ക് വ്യക്തമായിട്ടറിയാം. ആരാധന മധ്യ ഇരുന്ന കസേരയും എടുത്തുകൊണ്ട് ഉയർത്തിക്കൊണ്ട് പോയ വിശ്വാസികളുണ്ട്. അവരെല്ലാം തകർന്നു പോയിട്ടുണ്ട്. ദൈവ വ്യവസ്ഥക്കെതിരെ ആരാധനയെ അലങ്കോലപ്പെടുത്താൻ ഒരു ദൈവദാസൻ ശ്രമിച്ചാലും ഒരു വിശ്വാസി ശ്രമിച്ചാലും സ്വർഗം ക്ഷമിക്കയില്ലെന്ന് ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിച്ചു പറയട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവപൈതലേ, നാം കൊടുക്കുന്ന വിശുദ്ധ ആരാധന എന്ന് പറയുന്നത് അത് വിശുദ്ധ ആരാധനയാണ്. രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ ആരാധനയിൽ ഹല്ലേലൂയ ആഗതനായി ആരാധനയിൽ പ്രസാദിച്ച് അതിനെ അനുഗ്രഹിപ്പാൻ ഇഷ്ടപ്പെടുന്നവനാ. ആ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിന്ന് പാവപ്പെട്ട ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്കുള്ള ആരോഗ്യം കാണിക്കാനുള്ള ഇടമല്ല ആരാധന സ്ഥലം. ദൈവത്തിന് സ്തോത്രം. അനേക ഇടങ്ങളിലും അനേക സ്ഥലങ്ങളിലും അങ്ങനെയുള്ളതായ കേളി രംഗങ്ങളൊക്കെ നടമാടിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ ദൈവമക്കളെ, ഇവിടെ കർത്താവിന്റെ ദാസൻ മോശ ചെയ്ത കാര്യം ഇത് കേട്ടപ്പോൾ കവിണ്ണു വീണു. ഒരു പക്ഷേ തിരിച്ച് ഒരു വാക്ക് പറയാൻ തനിക്ക് കഴിയും, അല്ലെങ്കിൽ ധാരണ തിരുത്താൻ ഒരു പക്ഷേ കഴിയും.
കഴിയും. നിങ്ങൾ പറഞ്ഞതുപോലെ അങ്ങനെയല്ല എന്ന് 4 പേരെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയും. അതൊക്കെ ശരിയാണ്. എങ്കിലും മോശ ചെയ്ത ഒരു കാര്യം, അവൻ ദൈവസന്നിധിയിൽ കവിടു വീണു. ഹല്ലേലൂയ. ഇന്നു പകലും ഈ ഹല്ലേലൂയ മാസത്തിന്റെ പ്രാരംഭ ഞായറാഴ്ച മുതൽ ദൈവസന്നിധിയിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്ന ദൂത്, ഈ 4ാമത്തെ ആഴ്ചയിൽ ഞാൻ ദൈവജനത്തോട് വിളിച്ചു പറയട്ടെ, ഇന്നലകളിൽ കണ്ടതിനേക്കാൾ, ഇന്നലകൾ അഭിമുഖീകരിച്ചതിനേക്കാൾ ഒരുപക്ഷെ പ്രതികൂലങ്ങൾ പിശാച് നിന്റെ നേരെയോ എന്റെ നേരെയോ അടിച്ചുവിട്ടെന്നിരിക്കാം. എന്നാൽ ഇന്നു പകൽ ആത്മാവിൽ മുൻകൂട്ടി പരിശുദ്ധാത്മാവ് ദൈവസഭയോട്, മേപ്രാ സഭയിലെ ദൈവജനത്തോട് ഈ പകൽ ദൂത് ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് പറയുന്നു, പ്രതികരണത്തിന് തയ്യാറാകരുത്. നീ ദൈവസ്ഥൽ നെടുമ്പാട് വീട്. നിന്റെ ദൈവം അത്ഭുതകര ദൈവമാണ്. ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നവനാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു പക്ഷേ ഈ വാക്ക് പറയുമ്പോൾ മോശയ്ക്ക് വേണമെങ്കിൽ ഒരു നിമിഷം, മോശ അത് പറഞ്ഞില്ല കേട്ടോ, അല്ലെ പണ്ട് കാലങ്ങളെ വേണമെങ്കിൽ ഒന്ന് ഓർക്കാൻ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ നിന്ന് സഹോദരന്മാരുടെ ഭാരമുള്ള വേല നോക്കാൻ ഒരു ദിവസം ഇറങ്ങി ചെന്നപ്പോൾ തൻ്റെ രക്തബന്ധത്തിൽ ഒന്നിനെ ഒരു മിസ്രൈമിന് അടിക്കുന്നത് എന്ത് ചെയ്യുന്നു കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ തൻ്റെ രക്തം തിളച്ചു. ഹല്ലേലൂയ. അല്ലെങ്കിൽ തൻ്റെ സ്വന്തം സഹോദരൻ്റെ മേൽ മറ്റൊരുത്തവൻ കൈവെക്കുന്നത് കണ്ടപ്പോൾ ഹല്ലേലൂയ തനിക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അന്നത്തെ തൻ്റെ ആരോഗ്യസ്ഥിതിയിൽ, അന്നത്തെ നിലവാരത്തിൽ, അന്നത്തെ അന്തരീക്ഷത്തിൽ ഹല്ലേലൂയ ഞാൻ പറയട്ടെ, അല്ല ദൈവം അവനെ ചെത്തി നേരെയാക്കിയത് അതിനുശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. അവനെ രൂപാന്തരപ്പെടുത്തിയത് അതിനുശേഷമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവദർശനം അല്ലെങ്കിൽ മുൾപ്പടർപ്പിൽ കിട്ടിയ ശേഷമാണ് അല്ലെ തൻ്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ രൂപാന്തരത്തിന്റെ അനുഭവങ്ങൾ അല്ലെ പ്രാപിപ്പാനിടയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഇടത്തോട്ടും വലത്തോട്ടും ഒക്കെ നോക്കി ആരുമില്ലെന്ന് കണ്ടപ്പോൾ മിസ്രൈമിനെ അടിച്ച് മണലിനകത്ത് മറവ് ചെയ്ത ഒരു പഴയ കാലം തനിക്കുണ്ട്. ഹല്ലേലൂയ. ചില അവസരങ്ങളിൽ, നിർണായക ഘട്ടങ്ങളിൽ ഉപദേശിമാരായിട്ടുള്ള പ്രിയപ്പെട്ടവരും വിശ്വാസികളും ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ പഴയ സ്വഭാവം ഞാൻ എന്ത് ചെയ്യും, എടുക്കരുതെന്ന് പറയുന്നവരുണ്ട്, ഞാൻ എടുപ്പിക്കരുതെന്നും പറയുന്നവരുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പലപ്പോഴും ഓർക്കാറുണ്ട്, അതിങ്ങനെ സ്റ്റെപ്പിനിയായിട്ട് വെച്ചേക്കുക. ദൈവത്തിന് സ്തോത്രം. പഴയ മനുഷ്യനെ ഉരിഞ്ഞ് കളയണമെന്ന് പറയുമ്പോൾ ഉരിഞ്ഞ് കളയാതെ ഉരിഞ്ഞു വെച്ചുകൊണ്ട് അതിൻ്റെ മേലൊരു പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് കാപട്യ വേഷത്തിൽ മുന്നോട്ട് പോകുന്ന ഒത്തിരി ആളുകളുള്ളൊരു ലോകത്തിലാണ് ദൈവവൈതലേ, ദൈവമക്കളെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അല്ലേ, ഒരു കത്തുദാസന്മാരായ ദൈവജനമായ നാം ഈ ഭൂമിയിലാണ് പാർക്കുന്നത്. ഹല്ലേലൂയ. യഥാർത്ഥമായി ദൈവകൃപ പ്രാപിച്ചവനാരെന്നുള്ളത് തിരിച്ചറിയാൻ ഒരു വിവേചനവും ഒരു വിവേകവും നമുക്ക് ഈ നാളുകളിൽ ദൈവത്തിൽ നിന്ന് അധികമായി പ്രാപിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കാൻ നിർബന്ധിതനാ. മോശ ദൈവസന്നിധിയിൽ കവിണ്ണു വീണു, ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയ്ക്ക് ചെയ്യാൻ അതേ കഴിയത്തുള്ളൂ. പണ്ട് കാലങ്ങളിൽ ഹല്ലേലൂയ ഇവരെ നിന്നിട്ടുണ്ട്. അല്ലെ, പണ്ട് കാലങ്ങളിൽ പ്രതികരിച്ചൊരു ചരിത്രം തനിക്കുണ്ട്. പക്ഷേ ദൈവകൃപ തന്നിൽ അല്ലെ ശക്തമായി പകർന്നു കഴിഞ്ഞപ്പോൾ, ഹല്ലേലൂയ, ദൈവം തന്നെ പക്വമാക്കിയപ്പോൾ, ദൈവം തന്നെ പാകപ്പെടുത്തിയപ്പോൾ, ദൈവം തന്നെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ, ദൈവം തൻ്റെ ജീവിതം ഒന്ന് ഉടച്ചു വാർത്തപ്പോൾ ഹല്ലേലൂയ കയർക്കേണ്ട സ്ഥാനത്ത് അവൻ ദൈവസന്നിധിയിൽ കവിണ്ണു വീണു. ദൈവത്തിന് സ്തോത്രം. കാരണം അവന്റെ കരം ക്രൂശിക്കപ്പെട്ടതാ. ഗലാത്യ ലേഖനത്തിൽ ഹല്ലേലൂയ അതിന്റെ 6ാമത്തെ ആയത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനാ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുകയാ. എന്റെ കരങ്ങൾ ക്രൂശിക്കപ്പെട്ടതാ, എന്റെ നാവ് ക്രൂശിക്കപ്പെട്ടതാ, എന്റെ ശരീരം ക്രൂശിക്കപ്പെട്ടതാ. അതുകൊണ്ട് ആകാത്തതായ ഒരു ചലനമോ ആകാത്ത ഒരു വാക്കോ എന്നിൽ നിന്ന് പുറപ്പെടാൻ എന്റെ ദൈവം സമ്മതിക്കയില്ല. ഞാൻ അതിനകത്ത് ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. കവിണ്ണു വീണു. ഹല്ലേലൂയ. ഞാൻ അങ്ങ് ചുരുക്കി പറയാം. ഹല്ലേലൂയ. ദൈവം ആ വിഷയത്തിൽ ഇടപെട്ടു. ദൈവം പറഞ്ഞു, ഞാൻ നാളെ അത് വെളിപ്പെടുത്തും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആലോചന ഹല്ലേലൂയ മോശയ്ക്ക് ദൈവം കൊടുത്തു. മോശ ജനത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അഹരോനും മോശയും കൂടെ ചെന്നിട്ട് ഹല്ലേലൂയ ഈ പ്രിയപ്പെട്ടവരോട് സംസാരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ ഈ സമയത്ത് ദൈവം ചിലത് നിങ്ങളുടെ നടുവിൽ ചെയ്യും. ദൈവത്തിന് സ്തോത്രം. എല്ലാ മനുഷ്യരും മരിക്കുന്നത് പോലെ, എല്ലാവർക്കും സംഭവിക്കുന്നത് പോലെ സംഭവിച്ചു എങ്കിൽ യഹോവ എന്നെ എന്ത് ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല. ഹല്ലേലൂയ. 30ാമത്തെ വാക്യം വായിച്ചേ, അതിൻ്റെ 30ാം വാക്യം, 16:30. ഒരല്പം കൂടെ ശബ്ദമുയർത്തി വായിക്കാമോ? അല്പം കൂടെ പ്ലീസ്. വായിച്ചത് നല്ലതാണ്. യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് പിളർന്നവരെ വിഴുങ്ങുകയും
വായിച്ചു. ആ ആ ആ അവൻ ഈ വാക്ക് പറഞ്ഞ് തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി വായി പിളർന്നു. വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കോരഹിനെയും ദാദാനെയും അബീരാമിനെയും അവൻ്റെ കുടുംബ പരിവാരങ്ങളെ മുഴുവനും ഭൂമി എന്ത് ചെയ്തു? അല്ലേലു വിഴുങ്ങിക്കളയാനിടയായി. 250 അല്ലേലു പ്രമാണിമാരെ ദൈവത്തിൻ്റെതായ ക്രോധം ദഹിപ്പിച്ചു കളയാനിടയായി. ഇന്നും ഞാൻ ഓർപ്പിക്കട്ടെ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ച ദൈവം ഇന്നും ജീവിക്കുന്നെങ്കിൽ, അത് നാം വിശ്വസിക്കുന്നെങ്കിൽ ദൈവസന്നിധിയിൽ വിശ്വസിച്ചാൽ മതി, ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ മതി. ദൈവം തനിക്ക് ഇഷ്ടമുള്ള നിലയിൽ തൻ്റെ ജനത്തിനു വേണ്ടി വാദിക്കുന്നവന്, തൻ്റെ ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവന്. വാദിക്കുന്നവരോട് വാദിക്കുവാൻ നമുക്ക് ശേഷിയില്ലെങ്കിലും, നമുക്ക് പ്രാപ്തിയില്ലെങ്കിലും, നമുക്കതിനുള്ള ആരോഗ്യമില്ലെങ്കിലും, അതിന് നമ്മുടെ മനസ്സ് നമ്മെ അനുവദിക്കുന്നില്ലെങ്കിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ മതി. സങ്കീർത്തനക്കാരൻ പറയുന്നു, ഇനിയും അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനിയും മറ്റൊന്ന് എനിക്കില്ല, എനിക്ക് മറ്റൊന്ന് ചെയ്യാൻ ഇനിയും ഹല്ലേലൂയ അറിയുകയില്ല, മറ്റൊന്ന് ചെയ്യാൻ ദൈവം എന്നെ അനുവദിക്കുന്നില്ല. പ്രാർത്ഥന മാത്രം ആയുധമാക്കി, അത് മാത്രം ശരണമാക്കി ഞാൻ ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പകൽക്കാലം ദൈവമക്കളെ, എന്നോട് വാദിക്കുന്നവരോട് നീ എന്ത് ചെയ്യണം? വാദിക്കണമേ. അടുത്ത ഭാഗം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, എടുത്തു വായിപ്പിക്കാൻ സമയമില്ല. എന്നോട് പൊരുതുന്നവരോട് നീ എന്ത് ചെയ്യണം? പൊരുതണമേ. ഇത് ആദിമ നൂറ്റാണ്ടിലെ സഭയ്ക്കെതിരായി ഹല്ലേലൂയ ഇവിടെ ഒരു ശക്തി എഴുന്നേൽക്കുകയാ. ഹെരോദാവ് എഴുന്നേറ്റ് സഭയിൽ ചിലരെ പീഡിപ്പിക്കുവാൻ അവൻ ചില കാര്യങ്ങൾ ചെയ്തു. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്ന് കണ്ടപ്പോൾ അവർ പത്രോസിനെയും പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. പൊരുതുന്നവരോട് പൊരുതുന്ന ദൈവം. ഒരു പക്ഷേ ആ ഹെരോദാവിനോട് പൊരുതുവാൻ ആ സഭയ്ക്ക് കഴിയത്തില്ല, പത്രോസിന് കഴിയത്തില്ല, അവിടെയുള്ള ആളുകൾക്ക് കഴിയത്തില്ല. അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അസാധാരണത്വം അവകാശപ്പെടാൻ കഴിയാത്ത വെറും സാധാരണക്കാരിൽ സാധാരണക്കാരായ ദൈവത്തെ അക്ഷയമായി വിളിക്കുന്ന ഒരു പറ്റം പാവം പിടിച്ച ദൈവമക്കൾ. ദൈവത്തിന് സ്തോത്രം. ലോകം അവരെ അങ്ങനെയാ വീക്ഷിക്കുന്നത്. പ്രതികരണശേഷിയില്ലാത്തവർ, പ്രതികരിക്കാത്തതായ ഒരു കൂട്ടം ആളുകൾ, എന്തു പറഞ്ഞാലും ചെവി പൊത്തുന്നവർ, എന്തു പറഞ്ഞാലും വാപത്തുന്നവർ, എന്ത് ചെയ്താലും ഹല്ലേലൂയ അത് അനുഭവിച്ചു കൊണ്ടുപോകുന്നവർ. ആ ഒരു കാലയളവിൽ അങ്ങനെയുള്ളതായ ഒരു പറ്റം ജനമായിരുന്നു ആദിമ നൂറ്റാണ്ടിലെ സഭ. അതുകൊണ്ട് തന്നെ ഹല്ലേലൂയ എന്തും ചെയ്താലും ആരും പ്രതികരിക്കയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെതായ സീറ്റ് ഉറപ്പാക്കുവാൻ, തൻ്റെ കസേര, തൻ്റെ സിംഹാസനം ഉറപ്പാക്കുവാൻ ഈ ഹെരോദാവ് ഈ നിലയിലുള്ള പ്രവർത്തികൾ ചെയ്തു. എന്നാൽ ദൈവജനം ദൈവസന്നിധി പ്രാർത്ഥിച്ചു. അവിടെയും സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. പത്രോസിനെ ജനത്തിൻ്റെ മുമ്പിൽ നിർത്തുവാൻ ഭാവിച്ചതിൻ്റെ തലേ രാത്രി 2 പടയാളികളുടെ നടുവിൽ കിടന്ന് അവൻ ഉറങ്ങുകയാണ്. സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. സഭ അവന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, പൊരുതുന്നവരോട് പൊരുതാൻ ഞങ്ങൾക്ക് ശേഷിയില്ല, പൊരുതുന്നവരോട് പൊരുതാൻ ഞങ്ങൾക്ക് പകരത്തിനു പകരം ചെയ്യാൻ ഞങ്ങൾക്കതിനുള്ള കഴിവില്ല, ഞങ്ങൾക്കതിനുള്ള പ്രാപ്തിയില്ല, അത് ചെയ്യാൻ ഞങ്ങളോട്ട് ആഗ്രഹിക്കുന്നതുമില്ല. അവരുടെ പ്രാർത്ഥന ഉയരത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ആ രാത്രി ദൈവത്തിൻ്റെ ദൂതൻ അവിടെ ഇറങ്ങുവാനിടയായി. ആ രാത്രിയിൽ ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി പത്രോസിനെ വിടുവിക്കുക മാത്രമല്ല, മറുവശത്ത് ആ ദൈവത്തിൻ്റെ ദൂതൻ ഹെരോദാവിനെ അടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൂതൻ അവനെ അടിച്ചു. പൊരുതുന്നവരോട് പൊരുതുവാൻ ദൈവവൈതലേ, നിന്റെ കരം അതിനു വേണ്ടി ഉയരരുത്, നിന്റെ കരം അതിനു വേണ്ടി തയ്യാറാകരുത്. നിന്റെ മനസ്സോ ശരീരമോ നിന്റെ പണമോ നിന്റെ ജീവിതത്തിൻ്റെ യാതൊരു ഉപാധികളോ അതിനു വേണ്ടി ഉപയോഗിക്കരുത്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ എന്നെ രക്ഷിച്ച ദൈവം മരിച്ചുപോയി, ഇന്നും ആ ദൈവത്തിന് ചലനശക്തിയില്ല എന്ന മനോഭാവമെങ്കിൽ എന്തും ചെയ്യാം, എന്തും പ്രവർത്തിക്കാം. അങ്ങനെയുള്ളവരെ കുറിച്ച് വേദപുസ്തകം പറയുന്നത്, അടിസ്ഥാനങ്ങൾ മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യും? ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാം, വാദിക്കുന്നവരോട് വാദിക്കുന്ന ഒരു ദൈവം, പൊരുതുന്നവരോട് പൊരുതുന്ന ഒരു ദൈവം ഇന്നും ആ ദൈവം ജീവിക്കുന്നു, ഇന്നും ആ ദൈവം പ്രവർത്തിക്കുന്നു. 1-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ച ദൈവം ഈ നൂറ്റാണ്ടിലും പ്രവർത്തിക്കുന്നു. 2010 പ്രവർത്തിച്ച ദൈവം, 15 പ്രവർത്തിച്ച ദൈവം ഈ 2016 പ്രവർത്തിക്കാൻ ദൈവം വിശ്വസ്തനാണ്. അവൻ്റെ കരത്തിനോ ദൈവത്തിൻ്റെ ശക്തിക്കോ കുറവ് സംഭവിച്ചിട്ടില്ല. വിശ്വസിക്കാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിക്കാനും, കർത്താവേ നീ ഒഴികെ, നമ്മൾ പാടിയല്ലോ, ആരുമില്ല നീ ഒഴികെ ചാരുവാനൊരാൾ
പാരിലൻ പ്രിയ. ഒരാവശ്യം നേരിടുമ്പോൾ എന്നോട് വാദിക്കുന്നവരോട് വാദിക്കാൻ എനിക്ക് കഴിയത്തില്ല, അല്ലെങ്കിൽ അവർ പറയുന്ന യുക്തിയുടെ കാര്യങ്ങളോട് ചെറുക്കാൻ കഴിയത്തില്ല, അവരോട് പൊരുതാൻ എനിക്ക് കഴിയത്തില്ല. പ്രാർത്ഥന മാത്രം ശരണമാക്കി കണ്ണുനീരോടെ നിൻ്റെ പാരപീഠത്തിൽ ഞാൻ അടുത്തു വരുന്നു. ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. തലകളെ വണക്കി നമുക്ക് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം. അനുഗ്രഹവും വിലപ്പെട്ടതുമായ പകൽക്കാലം അങ്ങേ ആരാധിപ്പാൻ അവിടുന്ന് നൽകി തന്ന വിലപ്പെട്ട അവസരത്തിനായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി നന്ദി. ഞങ്ങളോട് വാദിക്കുന്നവരോട് വാദിക്കുന്ന, ഞങ്ങളോട് പൊരുതുന്നവരോട് പൊരുതുന്ന ഒരു നല്ല ദൈവം ഞങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് സ്തോത്രം. അവിടുത്തെ കാഴ്ചയിൽ ഞങ്ങളുടെ കൈകൾക്കുള്ള വെടിപ്പിൻ പ്രകാരം പകരം നൽകുന്നവനെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് അടുത്തു വരുന്നു. കഴിഞ്ഞ നാളുകൾ ഞങ്ങളുടെ ജീവിതത്തിനെതിരായി ഉയർന്നു വന്ന വാദമുഖങ്ങളുടെ നടുവിൽ, ഹല്ലേലൂയ ഹല്ലേലൂയ, പോരാട്ടങ്ങളുടെ നടുവിൽ, പോരിൻ്റെ നടുവിൽ, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ ആശ്രയിക്കുവാനും വിജയം കണ്ടെത്തുവാനും വിടുതൽ പ്രാപിപ്പാനും അവിടുന്ന് ഞങ്ങൾക്ക് ഇടവരുത്തിയ നല്ല നാളുകളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ആ ദൈവത്തിൽ തുടർന്നും ആശ്രയിക്കാൻ, ആ ദൈവത്തിൽ തുടർന്നും ശരണപ്പെടാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവഹിതത്തിന് ഹല്ലേലൂയ മറിച്ചുള്ള ഒരു നിലകളിലേക്ക് ശത്രു ഞങ്ങളെ വലിച്ചഴക്കരുത്. ഞങ്ങളുടെ ജീവിതം ചായാൻ അനുവദിക്കല്ലേ കർത്താവേ. അങ്ങയുടെ വചനത്തിൽ ഞങ്ങളുടെ കാലടികളെ സ്ഥിരമാക്കി മുന്നോട്ട് പോകാൻ അവിടുന്ന് കൃപ ചെയ്താട്ട് ഇന്ന് പകൽക്കാലം ഈ വചനം ഉണർത്തിയ എല്ലാ ദൈവജനത്തിനായി, എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അതിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് അവിടുത്തെ സഹായം ഒരിക്കൽ കൂടെ ചോദിക്കുന്ന എല്ലാവരോടും അവിടുത്തെ കരുണ തോന്നണമേ കർത്താവേ. തുടർന്നുള്ള ആരാധനയുടെ നിമിഷങ്ങൾ ധന്യമാക്കണമേ. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കണം. നന്മകളാൽ നിറയ്ക്കും. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. കരവും ശബ്ദം ഉയർത്തി ദൈവത്തെ ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആരുമില്ല നീയൊഴികെ ചാരുവാനൊരാ പാരിലൻ പ്രിയ, പ്രിയരെന്നു കരുതുന്ന സഹചരെന്നാലും പ്രിയലേശമില്ലാതെയാകും. പ്രിയരെന്നു കരുതുന്ന സഹചരെല്ലാരും പ്രിയലേശമില്ലാതെയാകും. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ എന്നിൽ നിയതം തുടരുന്നു മന്നിൽ. ആരുമില്ല നീയൊഴികെ ചാരുവാൻ ഒരാ പാരിലൻ പ്രിയ. ഗിരികളിൽ കൺകൾ ഉയർത്തി ഞാനോതും, എവിടെയാണെൻ്റെ സഹായം? ഗിരികളിൽ കൺകൾ ഉയർത്തി ഞാനോതും, എവിടെയാണെൻ്റെ സഹായം? വരുമൻ സഹായം ഉലകമാകാശം ഇവയുളവാക്കിയ നിന്ന. ആരുമില്ല നീയൊഴികെ ചാ